നെറ്റ്ഫ്ലിക്സിന്റെ സീരീസുകളുടെ കാര്യം പറയുമ്പോൾ പിന്നെ പറയാനുള്ളത് അവര് അഭിമാന സീരീസ് ആയിട്ടുള്ള സ്ട്രേഞ്ചർ തിങ്സ് 5 എന്ന് പുറത്തു വരും എന്നുള്ളത് കൊറോണ ഒക്കെ ടൈമിൽ കുറെ ചിത്രീകരണം മുടങ്ങിപ്പോയി, വളരെ അധികം എപ്പോൾ വരും എന്നുള്ളൊരു കാര്യം. പിന്നെ സംവിധായകനായി ആണെങ്കിൽ അതിന്റെ ഇടയിൽ വോൾവറിൻ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അതിന്റെ 1 മുതൽ 6 വരെയുള്ള എപ്പിസോഡുകൾ സീസൺ 5 ഒക്ടോബറിൽ പുറത്തു വരും. അതേപോലെ തന്നെ അതിന്റെ ലാസ്റ്റ് സീസൺ 2 എപ്പിസോഡുകൾ, അതായത് 7ഉം 8ഉം നവംബറിലും പുറത്തു വന്നിട്ട് ഇതൊരു സീസണിന്റെ ഫൈനൽ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ സീരീസുകൾ വെച്ച് നോക്കുമ്പോൾ ഇതുവരെ ഇറങ്ങിയ എല്ലാ സീസണും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള സീരീസുകൾ നോക്കുമ്പോൾ അതിൽ നമുക്ക് സ്ട്രേഞ്ചർ തിങ്സ് ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം ഒരു സീസണും ഫോഴ്സ്ഡ് ആയിട്ട് അവർ ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് അതിലുണ്ട് കഥ, അതുകൊണ്ട് അവർ ചെയ്തു. ഇത് അവർ ഫിനാലെ ആണെന്നാണ് കേൾക്കുന്നത്. ഇത് ഹോക്കിൻസ് വിൽ ഫോൾ എന്നാണ് അതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒരു ആനിമേറ്റഡ് സീരീസ് വരുന്നുണ്ടെന്നൊരു വാർത്ത കേട്ടിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സ്പിൻ ഓഫുകൾ സാധ്യതയുണ്ട്. ഓരോ ക്യാരക്ടറും സ്പിൻ ഓഫ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതില് സ്റ്റീവൻ ഡസ്റ്റിനായിട്ട് അവരൊരു കോമ്പിനേഷൻ സംഗതിയോ അങ്ങനെ ഒരുപാട് കൊടുക്കാവുന്ന സംഗതിയാണ്. ഇപ്പോൾ 11 എന്താണ് ചെയ്യാൻ പോകണത് എന്നുള്ളതാണ് എനിക്ക് അറിയണം ഈ സീസണിൽ ആരാ മരിക്കാൻ പോകുന്നുള്ളത്. നമുക്ക് അത് എന്താ പറയുക, നമുക്ക് അത്രമേൽ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കുന്ന ഉറപ്പാണ്. മൈക്ക്, അതായത് ഇപ്പൊ സീരീസിന്റെ 2ാമത്തെ എപ്പിസോഡ് ദ മിസ്സിംഗ് ഓഫ് ഡാഷ് വീലർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏത് വീലറാണോ മിസ് ആവണെന്ന് എഴുതിയില്ല. അത് നാൻസി വീലർ ആണോ മൈക്കിളാണോ എന്നുള്ളതാണ്. നമ്മൾ അടുത്ത സീസൺ വരെ കാത്തിരുന്നുണ്ടായിരുന്നു. അത് 4 സീസണിൽ സാഡി സിംഗ് പൊങ്ങിപ്പോയിട്ട് താഴത്തേക്ക് വരുമോ എന്നുള്ളൊരു പേടി. അത് അപ്പരപ്പം മരിച്ചിരുന്നെങ്കിൽ മാക്സ് ഓഫ് മരിച്ചിരുന്നെങ്കിൽ സീരീസ് അവിടെ നിർത്തുന്നു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു അതെ നമ്മളൊരു സീറ്റ് എഡ്ജറ്റ് മൊമെന്റ് ആയിരുന്നു അത്. അതൊരു നൊസ്റ്റാൾജിക് നിറഞ്ഞ നമുക്ക്